ഒരാള് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കൂടെ ആ മയ്യത്തെടുത്ത് പള്ളിക്കാട് വരെ എല്ലാവരും ഉണ്ടാകും. നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ സൗഹൃദം, നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സൗഹൃദം, നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യ മക്കളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഇരുന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു സൗഹൃദം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് കൂടിയിരുന്നുള്ള ബിസിനസ്, ആ ഒരു സൗഹൃദം, ഈ ഒരു സൗഹൃദം, ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് എക്കാലത്തും നിലനിൽക്കും എന്ന്, ഏത് കാലം വരെയും അങ്ങറ്റം വരെയും നിലനിൽക്കുമെന്ന് ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? എൻ്റെ ഭാര്യ നാളെ എന്നെ സഹായിക്കും, എൻ്റെ വാപ്പ എന്നെ സഹായിക്കും, എൻ്റെ ഉമ്മ എന്നെ സഹായിക്കും, എൻ്റെ മക്കൾ എന്നെ സഹായിക്കും, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കും എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് പറയണം. കാരണം അങ്ങറ്റം വരെയും കാലാകാലം വരെ എന്നോടൊപ്പം സഹകരിക്കുന്ന ഒരു കൂട്ടുകാരൻ, അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഉണ്ടോ? ഉണ്ടോടെ ചങ്ങാതി? ഉള്ള വാദ മൊത്തം ആരാ? ഇപ്പൊ വെറൈറ്റിയിൽ 2 കൂട്ടുകാർ വരുന്നു, അവർ 2 പാർട്ട്ണർമാരാ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, വരുന്നു, പോന്ന്. പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും അവസാനം വരെ ഉണ്ടാവുമോ എന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. അവസാനം വരെ ഉണ്ടാകുമോ? ഉണ്ടാത്ത ചോദിച്ചിട്ട് മറുപടി ഇല്ലല്ലോ അബീവിങ്ങളെ ആരും. നുസ്രത്തുൽ മസാക്കീൻ, മിസ്കീന്മാരെ, ഈ നുസ്രത്തുൽ മസാക്കീൻ എന്ന ഈ സംഘടന, ഇതിന്റെ സംഘാടകർ, പ്രവർത്തകർ, അതങ്ങ് മാറ്റിയാൽ എത്ര പേരുണ്ട് മൊത്തം ഇതിന്റെ പ്രവർത്തകർ? 13 പേര്. ഈ 13 പേരും എക്കാലവും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ആർക്കും ഒരു മറുപടി. ഇയാൾ എന്താ ഈ പറയുന്നതിന്റെ ലക്ഷ്യമൊന്നും മനസ്സിലായിട്ടില്ല. ഇല്ല. നമ്മുടെ ഭാര്യ നമ്മളോടൊപ്പം ഉണ്ടാവോ? ഇല്ല. മാതാപിതാക്കൾ ഉണ്ടാവോ? എല്ലാവർക്കും ഇപ്പൊ വിശ്വാസമായി, ഭയങ്കര ഈമാനുള്ളവരായി മാറി. അപ്പൊ നമ്മളെ വിട്ടുപിരിയുന്ന ഈ സുഹൃത്തുക്കളെ, ബന്ധങ്ങളെ നമ്മളെ കൂടെ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്ത മറുപടി പറ. അതില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് മറുപടി പറയണം. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. ശരി തന്നെ, അവരെ കൊണ്ട് ഗുണമില്ല, ഇവരെ കൊണ്ട് ഗുണമില്ല, ശരി തന്നെയാണ്. ആരും കൂടെ ഉണ്ടാവൂല, നമ്മുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ ഉണ്ടാവൂല. ഈ സഹകരിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകാത്ത ഈ വ്യക്തികളെ കൊണ്ട്, ഇവരെ കൂട്ടുകൂടിയാൽ എന്ത് ഗുണമാണ് നമുക്കുള്ളത്? ഇവരെ കൊണ്ട് നമുക്ക് വല്ല ഫായിദയുണ്ടോ? ഹബീബ, ഇപ്പൊ നിന്റെ കൂടെ ഞാൻ കൂട്ടുകൂടിയാൽ നിന്നെ കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാകണം, എന്നെ കൊണ്ട് നിനക്ക് ഗുണം ഉണ്ടാവണം. അങ്ങനല്ലേ സാധാരണ എല്ലാവരും അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്, അല്ലേ ഹബീബെ? അല്ലാതെ എന്ത് ബന്ധം? ഈ 2 പാർട്ട്ണർമാർ തമ്മിൽ പണം കൊടുത്താൽ ഈ പണങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഫായിദ ഉണ്ടെങ്കിലല്ലേ ആ പാർട്ട്ണർഷിപ്പ് നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഫായിദ? മാഫി ഫായിദ. ഒരാളുമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഒരു യാത്ര ചെയ്യുമ്പോൾ നിന്നോടൊപ്പം വന്നാൽ എനിക്ക് ഗുണമുണ്ട്, ഇന്ന് നീ കാപ്പി വാങ്ങിച്ചു തരും. എന്താ നീ അവനോടൊപ്പം പോകുന്നത്? ഒരു കാപ്പി കിട്ടും ഫ്രീ ആയിട്ട്, ഒരു ഗുണമുണ്ട്, അതിന്റെ പേരിൽ പോകുന്നു. അപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോ എക്കാലവും നമുക്ക് ഗുണമുള്ളവരായിരിക്കണം. ആ ഗുണമുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ കണ്ടെത്തണം. ഞാൻ പറഞ്ഞു വരുന്നതാണ്, അങ്ങനെ ഒരു ഗുണമുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തണ്ടേ ബീവിങ്ങളെ? എടാ, നീ മരിച്ച നിന്റെ ഭാര്യ കൂടെ വരുവോ? തീർന്നില്ലേ? നിന്റെ ഭാര്യ മരിച്ച നീ കൂടെ കുറച്ചോനെ റബ്ബേ, എനിക്ക് 4 മണിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ എനിക്ക് ചായ ഇട്ട് തരുന്നവളാണ് റബ്ബേ, എന്റെ വസ്ത്രം കഴുകി തരുന്നവളാണ് പടച്ചവനെ, എന്റെ മക്കളെ സംരക്ഷിച്ചവളാണ് പടച്ചവനെ, എന്റെ മക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവളാണ്. അവള് മരിച്ചുപോയി, അല്ലാ, ഞാനും അവളോടൊപ്പം ആ ഖബറിൽ കിടക്കട്ടെ. ആരെങ്കിലും പോവോ? ഒരു മനുഷ്യൻ പോവോ? ഇല്ല, പോവൂല ഹബീബേ. ഇത്രേ ഉള്ളൂ ബന്ധം, നമ്മുടെ ബന്ധം ഇത്രേ ഉള്ളൂ, ഒരാളും വിട്ടുപോകൂല. അപ്പൊ നമുക്ക് എന്ത് വേണം? എക്കാലവും നമ്മളോടൊപ്പം ഒരു കൂട്ടുകാരനെ കൂട്ടാൻ. ഏത് കാലവും നാളെ മഹ്ശറിലെത്തുന്നത് വരെ, സ്വർഗത്തിലെത്തുന്നത് വരെ നമ്മളോടൊപ്പം നമ്മെ സഹായിക്കാൻ ഒരു കൂട്ടുകാരനെ കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ അതിന്റെ ലക്ഷ്യം. ഒരു കൂട്ടുകാരനെ കൂട്ടിക്കോ.
യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു കൂട്ടുകാരനില്ലാതെ ഒറ്റയ്ക്ക് പോകരുത്. എങ്ങോട്ടാണ് നിന്റെ പോക്ക്? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മണി പാടിയാലും നല്ല അർത്ഥമുണ്ട്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ശരിയല്ലേ, മണിയുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോ ഈ പാട്ടിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അർത്ഥം വെച്ച് നോക്കുമ്പോ എന്താ സംഭവം? എങ്ങോട്ടാണ് യാത്ര? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടാനേ പറ്റുള്ളൂ. നമ്മുടെ മയ്യത്ത് പാപ്പാങ്കുളങ്ങര പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് ഇറക്കി വെക്കുമ്പോ നീ തനിച്ചല്ലേ, പേടിയാവൂലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടിയ വ്യക്തിയോ പാട്ട് എഴുതിയ വ്യക്തിയോ പോകുമോ കൂട്ടിന്? ഇവിടെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തണം. അതാണ് എന്റെ ചർച്ച. ദുനിയാവിൽ നമുക്കൊരുപാട് കൂട്ടുകാരുണ്ടാകും, സഹപ്രവർത്തകരുണ്ടാകും. രോഗിയായാൽ നിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആളുകളുണ്ടാകും, രോഗിയായാൽ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാകും, കടക്കാരനാണെങ്കിൽ സഹായിക്കാൻ ആളുകളുണ്ടാകും, വീടില്ലെങ്കിൽ വീട് വെച്ച് തരാൻ ആളുകളുണ്ടാകും. നുസ്രത്തുൽ മസാക്കീൻകാർ 14 പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പിയവരാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇനിയും അതുപോലെ പെണ്ണുങ്ങളുണ്ടോ? ഈ നാട്ടുകാരുടെ സഹായ ഹസ്തങ്ങളാൽ അള്ളാന്റെ കൃപ കൊണ്ട് വീണ്ടും അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, അവരെ സഹായിക്കാനും ഈ സമുദായം തയ്യാറാണ്. പക്ഷേ നമ്മുടെ റൂഹ് വേർപെട്ടു പോയാൽ, നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ, ചേതനയറ്റ ശരീരമായാൽ, നമ്മുടെ മയ്യത്ത് 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും നമ്മുടെ മീതെ മണ്ണ് വാരിയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, അവസാനമായ ഒരു സലാം ചൊല്ലിയിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ആ ഖബറിനോടൊപ്പം, ആ മയ്യത്തിനോടൊപ്പം, ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ 6 അടി മണ്ണിന്റെ ആ ഖബറിന്റെ ഉള്ളിൽ അവളെ എത്ര സ്നേഹിച്ചവനാകട്ടെ, അവനെ എത്ര സ്നേഹിച്ചവളാകട്ടെ, ഒരാള് പോലും ഞാനും നിന്നോടൊപ്പം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഖബറിലേക്ക് പോകാൻ കൂട്ടുകാരനായി ആരും തയ്യാറാവൂല. ആവോ? പിന്നെ എന്തിനാപ്പ ഇവരെയൊക്കെ കൂട്ടുകാരാക്കുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ ഒരു സഹായിക്കാൻ, നമ്മളെ ഒരു പ്രശ്നത്തിൽ നമ്മളെ ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ള ഒരു കെൽപ്പുള്ള ഒരാളെ അല്ലേ നമ്മൾ കൂട്ടുകാരനാക്കേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ? എല്ലാരും വരും, കൂടെ വരും, ഖബറിനകത്ത് ഒറ്റൊരുത്തനും വരൂല. ഭർത്താവ് മരിക്കുമ്പോ തന്റെ ഭാര്യയുടെ കരച്ചില്, വല്ലാത്ത കരച്ചില്, പൊട്ടിക്കരയല്, നെഞ്ചത്തടിക്കല്, മുഖത്തിട്ടടിക്കല്, തലക്കടിക്കല്, വസ്ത്രം പോലും വലിച്ചു കീറിയിട്ടാണ് പൊട്ടിക്കരയുന്നത്. എങ്കിൽ ആ മയ്യത്തിനോടൊപ്പം പൊന്നുപെങ്ങളെ, ഞാനും എന്റെ ഇക്കയോടൊപ്പം എന്റെ മയ്യത്തും കൂടെ ആ ഖബറിൽ അടക്കണേ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? ചുമ്മാ ആലങ്കാരിക ഭാഷയിൽ പറയും, ഇക്ക മരിച്ച ഞാനും വരും കൂടെ. വരും. പണ്ടൊക്കെ ആയിരുന്നേ ഓക്കെ, ഇപ്പം സ്റ്റെപ്പിനായിട്ട് 2, 3, 4 ഉള്ള ആളെന്ന് ആദ്യം അടിച്ചു പോകാൻ വേണ്ടി ദ്വാരക്കാണ്. അടിച്ചു പോയാൽ അടുത്ത ആളിനെ പിടിക്കാമല്ലോ. അയാൾക്ക് ധരിക്കുന്ന അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ ഒളിച്ചോട്ടം 3, 4 മക്കളുള്ളവരാ ഒളിച്ചോടുന്നത്. ഈ കിളവിയാ ഓടുന്നത്. എങ്ങനെ ഓടാഫിയത്ത് കിട്ടുന്നെന്നുള്ളതാണ്. ഇത് ഓടാൻ എങ്ങനെ ആഫിയത്തിട്ട് 4 മക്കൾ 3 മക്കൾ അല്ലേ? നിങ്ങൾക്കറിയാലോ, ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇത് ഞങ്ങളെ പോലൊരു പ്രസംഗിച്ചാൽ മാത്രമാണ് ഈ കുറ്റം. നാട്ടുകാരെന്ത് കാണിച്ചാലും കുറ്റമില്ല, മുസ്ലിംകാർ പ്രസംഗിച്ചാലേ കുഴപ്പം. ഇത് പറയണ്ട, ഇവരൊക്കെ ഉത്ബോധിപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. അല്ല, നമ്മൾ നല്ലവരായത് കൊണ്ടല്ല, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഈ ഓടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത്, ഇത് ഓടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ്. ഇന്ന് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പം ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ട്, പള്ളിയിൽ വന്ന് എന്നെ കണ്ട്. ഞാൻ പറഞ്ഞു, എന്താ മോനെ, ഉസ്താദുമായിട്ട് വ്യക്തിപരമായിട്ടിരുന്ന് എനിക്ക് കുറച്ച് സമയം. ഞാൻ പറഞ്ഞു, അതിനുള്ള സമയമില്ല, എൻ്റെ നമ്പർ എഴുതിക്കോ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ നീ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ചു 3 മണിക്ക് ശേഷം. 1/4 മണിക്കൂറോളം സംസാരിച്ചു. എന്താ സംഭവം? 3 വർഷമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ പെണ്ണിനെ വേറെ ഒരുത്തൻ ഇപ്പം അടിച്ചു മാറ്റാനുള്ള പണിയാണ്. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാനിതിൽ എന്ത് സഹായം ചെയ്യാനത്? എനിക്ക് ഉറക്കമില്ല ഉസ്താദെ, കരഞ്ഞ് കണ്ണുനീര് തീർന്ന് എനിക്ക് ഉറക്കമില്ല. ഞാൻ തഹജ്ജുദിന് 3 മണിക്ക് ഒരു പെണ്ണ് പോകാൻ പോയപ്പോൾ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. എന്തായാലും പെരുന്നാൾ നേരത്തെ നിസ്കരിക്കാൻ നന്നായി.
ഒരു പെണ്ണ് പോകാൻ പോയപ്പോ താജസ് കവയെന്ന് പറഞ്ഞ വാക്കാ, ഞാൻ ഇന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്, ഞാൻ എന്താ ഇതിന് പരിഹാരം കാണാൻ, ഞാൻ എന്ത് പരിഹാരം കാണണം? 3 വർഷമായി. അപ്പൊ ഇത് നഷ്ടപ്പെടുന്നത് കൊണ്ട് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രശ്നം, ഉറക്കം വരുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഒന്നും. നല്ല ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിനോട് ഒന്ന് സംസാരിക്കാൻ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ വാപ്പക്കറിയില്ല, ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ, ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന്. എന്താ ഹബീബെ, ഈ പ്രേമിക്കാൻ വേണ്ടി ഒപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണോ നമ്മുടെ പരിപാടി? കല്യാണം ഒപ്പിച്ചു കൊടുക്കൽ നമ്മുടെ പരിപാടിയാണ്. 2 പേരുടെ കല്യാണം കഴിച്ച് സൗഭജത്തുക്ക വൻകാത്തുക്ക ബിന്ദി സഫീറ ബിമഹരിൻ കൈതാ വക്കീത എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഈ പ്രേമിച്ച് അവള് മറ്റൊരാളുമായിട്ട് താലിലേക്ക് വെക്കുമ്പോൾ അവരെയും കൂടി യോജിപ്പിക്കുന്ന സിസ്റ്റം കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ നിന്നാല് അവസ്ഥ എങ്ങനെയാണ്? മൈക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? അതുകൊണ്ട് അവസ്ഥ അങ്ങനെയാണ്, കാലങ്ങൾ അങ്ങനെയാണ്, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ സ്നേഹിക്കുന്ന ഈ സ്നേഹിതകളും അല്ലെങ്കിൽ ഈ ലവ് ബേർഡ് അല്ലെങ്കിൽ ഈ കാമുകന്മാർ മരണപ്പെട്ട് കബറിലേക്ക് കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് ഞാനും നിന്റെ കൂടെ വരട്ടെ, എന്നെ സ്നേഹിച്ചവനല്ലേ, സ്നേഹിച്ചവളല്ലേ. എത്രത്തോളം വലിയ സ്നേഹമായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു. പക്ഷെ കബറിലേക്ക് കൊണ്ടുവച്ചു ആര് വരും? ഇല്ല ഹബീബെ, തീർന്നു. എത്ര വലിയ പ്രിയതമയാകട്ടെ, എത്ര വലിയ ഭർത്താവാകട്ടെ, എന്ത് നന്മകൾ നമുക്ക് ചെയ്തു തരട്ടെ, മരണപ്പെട്ടു പോയാൽ, കണ്ണടഞ്ഞു പോയാൽ, ആരുടെ മണ്ണിലേക്ക് മയ്യത്ത് കൊണ്ടുവച്ചാൽ പിന്നെ ആര് നമ്മളോടൊപ്പം ആ കൂട്ടിന് അവിടെ വരികയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുകാരനെ കണ്ടെത്തുമ്പോ 6 അടി മണ്ണ് മുതൽ മഹ്ശർ വരെ, സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കുന്നത് വരെ, മീസാനിൽ നമ്മളെ തൂക്കപ്പെടുമ്പോ, നന്മ തിന്മകളുടെ തൂക്തിലാസിൽ നമ്മുടെ ഗ്രന്ഥം വെക്കപ്പെടുമ്പോ, അവിടെ നന്മയ്ക്ക് കൂട്ടുകാരനായി നിൽക്കുന്നവരാരാണോ, അവസാന സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണോ, ഏത് സുഹൃത്താണോ, കൂട്ടുകാരനാണോ, അതുവരേക്കും നമ്മെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെ മരണപ്പെടുന്നതിന് മുമ്പ് കണ്ടെത്തണേ. അബൂബക്കറിനോടും വസിയത്ത് ചെയ്യുന്നു, എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും നമ്മുടെ മരണത്തോടെ നമ്മളിൽ നിന്ന് അകന്നു പോകും കേട്ടോ. ചിന്തിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ബാല് കേൾക്കണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കാ? നമ്മളൊക്കെ എത്രത്തോളം സ്നേഹിച്ചാലും അവരൊക്കെ നമ്മൾ ഒരു ദിവസം വിട്ടു പോകേണ്ടി വരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാ, യാ മുഹമ്മദേ ഇസ്മാ ശഅത ഫഇന്നക മയ്യിതുൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാ, യാ മുഹമ്മദ് പ്രവാചകരെ, ഇസ്മാ ശഅത, നബിയേ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഫഇന്നക മയ്യിതുൻ, നിങ്ങൾ മരിച്ചു പോകും കേട്ടോ. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ആരും ചോദിക്കൂല. ഇപ്പൊ നമ്മൾ MDMA കച്ചവടം ചെയ്താലും, കഞ്ചാവ് കച്ചവടം ചെയ്താലും, വെള്ളം അടിച്ചാലും, വിചരിക്കാൻ പോയാലും, നമ്മൾ എങ്ങോട്ടൊക്കെ ഒളിച്ചോടിപ്പോയാലും ആരും ചോദിക്കാനില്ല. കുറെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കും, അതങ്ങോട്ട് മാറിയും, പിന്നെ നമ്മുടെ അടുത്ത പണിയിലേക്ക് നമ്മൾ കിടക്കും. പക്ഷെ ആരും ചോദിക്കാനില്ല. ആരും ചോദിക്കാൻ? അതുകൊണ്ടാണ് നബി തങ്ങളോട് ഇത് പറഞ്ഞത്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണേ, ഇഷ്ടമുള്ളതുപോലെ അങ്ങേക്ക് ജീവിക്കാം, പക്ഷേ ഓർക്കണേ, ഫഇന്നക മയ്യിതുൻ, ഒരിക്കൽ നിങ്ങൾ മരണപ്പെട്ടു പോകും കേട്ടോ. ഒരു വലിയ പോയിന്റാണ്. ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിച്ചോ, പക്ഷെ മരിക്കൂല എന്ന് ഉറപ്പുള്ളവർ കൈപൊക്ക്. ഒരു നിരീശ്വരവാദിക്കും മറുപടിയില്ല, ഇതിന് മറുപടിയില്ല. ഒരു യുക്തിവാദിക്കും മറുപടിയില്ല. ഞാൻ മരിക്കൂല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അല്ലാഹ് എന്ന് പറയാം, ആഖിറമില്ല എന്ന് പറയാം, പരലോകമില്ല എന്ന് പറയാം. ഇസ്ലാമിനെ അവഹേളിക്കാൻ പ്രശ്നമില്ല, പക്ഷേ ഞാൻ മരിക്കുകയില്ല, ഞാനിവിടെ 500 വർഷം ജീവിക്കുമെന്ന് ഒരു യുക്തിവാദിക്ക് പോലും, ഒരു നിരീശ്വര നിർമ്മിതവാദിക്ക് പോലും, ഒരു അഹങ്കാരിക്കോ ഒരു തെമ്മാടിക്കോ പോലും പറയാൻ കഴിയില്ല. ഒരിക്കലും അവനെ കൊണ്ടത് പറയാൻ അല്ലാഹു അനുവദിക്കുകയുമില്ല. മരിക്കും.
അതാണ് ജിബ്രീൽ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞത്, അങ്ങ് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, നിങ്ങൾ മരിക്കും കേട്ടോ. മരിക്കൂന്ന് നമ്മൾ കേട്ട് പറയുമ്പോ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് തോന്നൂല. നമ്മൾ മരിക്കൂന്ന് കേട്ടാൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തോന്നൂല. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വഹബിബ് മൻ ശിത ഫഇന്നക മുഫാരിഖുഹു. ഇഷ്ടമുള്ള കൂട്ടുകാരനുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ നബിയേ, ഫഇന്നക മുഫാരിഖുഹു, ഒരിക്കൽ അവനെ വിട്ടുപിരിയേണ്ടി വരും പ്രവാചകരെ. ശരിയല്ലേ അല്ലേ ഹബീബേ? ഒരിക്കൽ വിട്ടുപിരിയേണ്ടി വരൂലേ? ആരുമായിട്ടും ചങ്ങാത്തം സ്ഥാപിക്കാം. എത്ര വലിയ ചങ്ങാതിയായാലും ഒരിക്കലും അവരെ വിട്ടുപിരിയാതിരിക്കാൻ പറ്റൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുമായി വലിയ ബന്ധമാണ്, അഭേദ്യമായ ബന്ധമാണ്. ബാല്യകാല സുഹൃത്തുക്കളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എങ്ങോട്ട് പോയാലും ആദരവായ റസൂലുള്ളാഹി തങ്ങളും കൂടെ പോകുമായിരുന്നു. ചിലപ്പോൾ മക്കയിലെ കളി കാണാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖും നബിയുനാ റസൂലുള്ളാഹി തങ്ങളും മക്കയിലെ കളിക്കളത്തിലേക്ക് പോകുമ്പോ അവിടെ ഇരുന്ന് രണ്ടുപേര് കളി കാണുമ്പോ അല്ലാഹു തആല ബാല്യത്തിലെ നബി തങ്ങളെ ഉറക്കി കളഞ്ഞു. കളി കാണാൻ പോയതാ, പക്ഷേ നബി തങ്ങളെ ഉറക്കി. അബൂബക്കർ സിദ്ദീഖ് തന്നെ കളി കണ്ടു. കാരണം നബി തങ്ങളെ ഏതോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു കളി ചിരിയിൽ പോലും ഒരു രസത്തിൽ പോലും കഴിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ വിനോദത്തിൽ കാണാൻ പോയി, പക്ഷേ ചെറുപ്പത്തിൽ അള്ളാഹു തആല ഉറക്കിക്കളഞ്ഞു, കളി കണ്ടില്ല. ഭയങ്കര ബന്ധമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും. വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ആരാണോ സാലിഹായ അമൽ ചെയ്യുന്നത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ മാന്യമായ വിഭവങ്ങളാണുള്ളത്. അവർക്ക് അവിടെ വാസസ്ഥലം, താമസസ്ഥലം, വിഭവ സമൃദ്ധമായ ഭക്ഷണം ജന്നത്തുൽ ഫിർദൗസിൽ. നമ്മൾ ദുആ ചെയ്യാറില്ലേ, അല്ലാഹ് ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നീ നൽകണേ പടച്ചവനെ. നമ്മുടെ ഓരോ ദുആയിലും അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗ്ഗത്തിന്റെ അഹലുകാരാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഉത്തമമായ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുമെങ്കിൽ ലോകത്തുള്ള സത്യവിശ്വാസികളെ, സ്വർഗ്ഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഓർക്കണേ, ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഈ ദുനിയാവിൽ ഒരേ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് കമാ ഖാല റസൂലുള്ളാഹി. നമ്മളൊക്കെ ജന്നത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കുന്നു, എന്നാൽ ജന്നത്തുൽ ഫിർദൗസ് ഒരാളെ ചോദിക്കുന്നു. പലരും ചിന്തിച്ചിട്ടുണ്ടോ? അതാരായിരിക്കും? കരുനാപ്പള്ളിക്കാരോ പാപ്പാക്കുളങ്ങരക്കാരോ പത്തനാപുരത്തുകാരോ എല്ലാം ആണോ? രക്ഷപ്പെട്ടില്ലേ? ഒറ്റ ഒരേ ഒരാളെ ജന്നത്തുൽ ഫിർദൗസ് ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ആ വ്യക്തിയെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, ഈ സ്വർഗ്ഗത്തിൽ കൊണ്ടുവരണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസിൽ വിളിക്കുകയാണ്, ജന്നത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുകയാണ്, ജന്നത്തുൽ ഫിർദൗസ് ഇഷ്ടപ്പെടുകയാ. പടച്ച റബ്ബേ ആ വ്യക്തിയെ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ലോകത്ത് ആരായിരിക്കും? ലോകത്ത് ഒരാളെ ജന്നത്തുൽ, ഒറ്റ ഒരാൾക്കുള്ള ചാൻസ്, ഒറ്റ ഒരാളെ ജന്നത്തുൽ ഫിർദൗസ് സ്നേഹിക്കുന്നു. അങ്ങോട്ട് വിളിക്കാൻ എനിക്കിതാന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങോട്ട് ചോദിക്കുക, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നു, സ്വർഗം ചോദിക്കുന്നു, കിട്ടിയാ കിട്ടി. അല്ലാഹു നമുക്ക് തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം, പ്രവർത്തിക്കാം. എന്നാൽ ജന്നത്തുൽ ഫിർദൗസ് ഒരാളെ ആഗ്രഹിക്കുന്നു. ആരാണ് ആ വ്യക്തി? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് പോരെ, എനിക്ക് താ, ഞങ്ങൾക്ക് താ, വേറെ ആരെയല്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ എന്ത് ജോലി എടുത്തിട്ടത്, എന്ത് പണിയെടുത്തിട്ടത്?
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ബാല്യകാല സുഹൃത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തത സഹചാരിയായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഹബീബായ തങ്ങളുടെ വിശ്വസ്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് അമൽ ചെയ്തതിന്റെ പേരിൽ സ്വർഗം അബൂബക്കറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സാഹിബായി കൂട്ടുകാരനായി ചേർന്ന് ഹിജ്റയ്ക്ക് വേണ്ടി യാത്ര പോയില്ലേ? കൂട്ടത്തില് എവിടെയാണോ അള്ളാന്റെ തീരുമാനപ്രകാരം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാൻ, ഒരു ഗുഹയിൽ താമസിക്കാൻ അള്ളാന്റെ തീരുമാനപ്രകാരം ആ ഗുഹയിലിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിലേക്ക് കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് കാണുകയാ, സുബ്ഹാനല്ലാഹ്, ആ മലയുടെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് ദ്വാരത്തിലൂടെ ഇറങ്ങി വരികയാണ്. വിഷം ചീറ്റുന്ന സർപ്പമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെല്ല് ഭയമെല്ലാം മാറ്റിവെച്ചിട്ട് അവിടുത്തെ മുബാറക്കായ കാലുകൊണ്ട് തടഞ്ഞു വെക്കുകയാ. പല പ്രാവശ്യം ആഞ്ഞാഞ്ഞ് കൊത്തുമ്പോ വേദന സഹിക്കവയ്യാതെ കടിച്ചമർത്തുകയാണ്, പിടിച്ചു നിർത്തുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ കണ്ണീരനൊന്നു തുപ്പിക്കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഈ അവസാന കാലം വരെയും എനിക്ക് ചെങ്കണ്ണ് ബാധിച്ചിട്ടില്ല. വിശ്വാസം വേണം. തുപ്പാന്ന് പറഞ്ഞ കാർക്കിട്ട് തുപ്പാന്നല്ല, ബിരിയാണിക്കകത്ത് തുപ്പി എന്ന് പറയേണ്ടതല്ല, ഹോട്ടലിൽ തുപ്പി ആർക്ക് തുപ്പില്ല. നമ്മൾ തുപ്പാന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ ഒരു ചെറിയൊരു ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖത്തി ബഅദിനാ യുഷ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. അതിന്റെ അർത്ഥം ബിരീഖത്തി ബഅദിനാ എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. ബിരീഖത്തി ബഅദിനാ അതിന്റെ മഹത്വം മനസ്സിലാകാത്തതുകൊണ്ടാണ്. കളിയാക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ അസുഖത്തിന് ശിവ കിട്ടുമ്പോഴും ക്യാൻസർ പിടിച്ച് ചാവാറായി കിടക്കുന്ന ഉസ്താദുമാരുടെ തോതാൻ വരും. അതിന്റെ ബർക്കത്തുണ്ട്. കളിയാക്കാൻ എല്ലാവരും വരും. കാർക്കി ഗ്രൂപ്പ് അല്ല ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പിന്നെ ചെങ്കണ്ണെന്ന രോഗം വന്നിട്ടില്ല. ഇപ്പൊ ചെങ്കണ്ണ് വ്യാപിച്ചോണ്ടിരിക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ ശ്വാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മുടെ ഈമാനോടെ ചെയ്യണം. അതൊക്കെ പിന്നെ വരൂല്ല. ഒറ്റ ശ്വാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ തെറ്റാതെ ഓതിയിട്ട് നമ്മൾ അതിന്റെ ചെറിയ പക്ഷേ തുടക്കത്തിൽ ഇതൊന്നും അവർ ചെയ്യാറില്ല. ലാസ്റ്റ് എത്തുമ്പോ അങ്ങ് എമർജൻസി ആവുമ്പോ ദുആ ചെയ്യും, കുറെ നേർച്ച, നിലവിളക്ക്, അത് ഇത് മറ്റേത്. ആദ്യം ഇതൊന്നുമില്ല. അവിടെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അതാണ് അവിടെ വിഷയം. നമുക്കൊരു വിശ്വാസമില്ല. അതാണ് നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്തത്, നമ്മൾ ഓതിയിട്ട് ഫലം കിട്ടാത്തത്. നമുക്കൊരു വിശ്വാസമില്ല എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു രണ്ട് അമൽ കൊണ്ടാണ് ജന്നത്തുൽ ഫിർദൗസ് അബൂബക്കർ സിദ്ദീഖിനെ വിളിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നബി തങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചു. രണ്ട്, ആ ഗുഹയ്ക്കകത്തിരുന്ന് പാമ്പിന്റെ വിഷത്തെ തടുത്തു നിർത്തി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല കേട്ടോ ഉമർ റളിയല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ ആ ഗുഹയിലിരുന്ന് നബി തങ്ങളെ മടിയിൽ കിടത്തി ആ ദ്വാരത്തിൽ നിന്ന് പാമ്പ് വരുന്നത് തടഞ്ഞു നിർത്തിയില്ലേ? ആ ഒരൊറ്റ അമൽ എനിക്ക് നിങ്ങൾ തരാമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ അമലും നിങ്ങൾക്ക് ഞാൻ തരാം. മനസ്സിലാവുന്നു? അത് ഉറക്കം വരുന്നു. കൂട്ടുകാരനെ കണ്ടെത്തിക്കോ. അതിനുവേണ്ട ഞാനിത് പ്രസംഗിച്ച് പറഞ്ഞു വരുന്നത്. ചുമ്മാ പെണ്ണുമ്പിള്ളെ ഒന്ന് സ്നേഹിച്ചിട്ട് അന്ന് കാര്യമില്ല. ഇതൊക്കെ വെറുതെ ബേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടേ പോകുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവളെ സ്നേഹിക്കണ്ടെന്നല്ല, നമ്മുടെ കൂടെ കബറി വരൂലപ്പാ. അതാ പറഞ്ഞതിന്റെ ആശയം. നമുക്ക് കബറിൽ ഒരാൾ വേണ്ട, കൂട്ടിന് വേണ്ടേ? ഇതേപോലെ ഒരാളെ കബറി കൊണ്ട് തരും. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണം.
നമ്മളിപ്പോ ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഭർത്താവിനെ സ്നേഹിക്കണമെന്നല്ല. ഈ ഭാര്യ സൂറാ ബീവിയുടെ ഭർത്താവ് സുലൈമാൻ മരിച്ചാലും കൂടെ വരൂല, പള്ളി വരെ വരും, നിസ്കരിക്കും. പറ്റുമെങ്കിൽ വായിലോട്ട് 2-3 പിടി മണ്ണും പാറിയിടും. പോയി കിട്ടിയ അല്ലാതെ വേറെ കൂടെ വരൂല, കിടക്കൂല, ഇല്ല, പരിപാടിയേ ഇല്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. ഭാര്യയും ഭർത്താവും കൂടി എറണാകുളത്ത് പോയി, വീട് പൂട്ടി ഇട്ടിട്ട് പോയി. മക്കളോടൊപ്പമാണ് പോയത്. മക്കളും ഭാര്യയും വീട്ടിലാണ്, എറണാകുളത്ത് കുടുംബ വീട്ടിലാണ്. ബാപ്പ മാത്രം മടങ്ങി വരുന്നു. ഭർത്താവ് ഭാര്യ വിളിച്ചു പറഞ്ഞിക്കാ, ഒറ്റയ്ക്ക് കിടക്കലേക്കാ, ചേട്ടന്റെ മോനെ കൂടി വിളിച്ചു കൂട്ടിന് കിടക്കണേക്കാ. പറയില്ലേ ഒറ്റ കിടക്കല്ലേ, ആ സബീറിനെ കൂടെ വിളിച്ചിട്ട് കിടക്കണേ, ഒറ്റ കിടക്കല്ലേ. എന്തൊരു സ്നേഹം. ഈ ഭാര്യ ഈ ഭർത്താവിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ ചിന്തിക്കുമോ, അല്ലാ ഇന്നലെ ഞാൻ എന്റെ ഇക്കയോടൊപ്പം ഉണ്ടായിരുന്നു, എന്റെ ഇക്കയിൽ ഒറ്റയ്ക്കാ, ആ ഇക്കാടെ കൂട്ടിന് ഒരാള് ആരാ ഉള്ളത്? എന്നാ അല്ലാഹു റസൂലും പറയുന്നു, നിങ്ങൾക്ക് ഖബറിൽ ഒരു കൂട്ടുകാരെ തരാം. വേണോ? ആർക്കെല്ലാം വേണോ? വേണ്ട, പോയി കുത്തോളൂ. ആർക്കെല്ലാം വേണമെങ്കിൽ പറഞ്ഞാലും വേണോ? അബീവിങ്ങൾ നിങ്ങൾ കൂടെ പറഞ്ഞു. ബാധ പണ്ടത്തെ വാദമൊന്നും ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ ബാധ പറയുള്ളൂ. ഇപ്പൊ സിസ്റ്റം അങ്ങനെ ആക്കി. പണ്ട് നിങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, നിങ്ങൾ അപ്പരോടൊക്കെ നിർത്തി. ആ ജുമാക്ക് ഞാൻ അങ്ങനെയാണ്, ഞാൻ അവിടെ ഒറ്റ ഒരുത്തിനെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഞാൻ കളർ ഉടുപ്പിന്റെ കളർ പറയും, ആ പച്ച പൊക്ക്, ആ ചുവപ്പ് പൊക്ക്, അതുകൊണ്ട് ആരും ഉറങ്ങൂല. പിന്നെ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് 10-45 മിനിറ്റിന് പ്രസംഗിക്കുമ്പോ അവരിന്ന് പറഞ്ഞാൽ പിന്നെ പല ഖബർസ്ഥാനിൽ പോയി പ്രസംഗിച്ചൂടെ, മയ്യത്തിന്റെ അടുത്ത് പ്രസംഗിച്ചൂടെ, പ്രായത്തിൽ അവരെങ്കിലും കേട്ടുണ്ടെങ്കിലും കിടക്കും. പിന്നെ ഈ ഉണർന്ന് നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ അതിന് മറുപടി പറയണല്ലോ. അതാണ് അതിന്റെ രീതി. അല്ലാതെ ഇങ്ങനെ ഒറ്റയടിക്ക് ദമ്മല് കുമ്പല് സ്വിഫ്റ്റ് വണ്ടി പാഞ്ഞു പോകുന്ന പോലെ ഇവിടുന്ന് മീനങ്ങാടി എന്താണ് ആള് സൂപ്പർ വാളായിരുന്നു മോനെ. എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ സംഭവം സൂപ്പർ ആയിരുന്നു. പറഞ്ഞ ഇതന്നെയാണ് മോനെ ബാബു. ഈ അടുത്ത നൂറ്റാണ്ട് ഇങ്ങനെ ഒരു ബാധ കിട്ടില്ല. എന്താ അതെന്താണെന്ന് അറിയില്ല. അവസാനം എന്നൊക്കെ കേട്ട് സംഭവം സൂപ്പറായിരുന്നു. ഉറക്കേ ഒന്നുമില്ല. ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് കണ്ണു വെള്ളിപ്പോയി. അങ്ങനുണ്ട്. പണ്ടൊരു മുസ്ലിയാരെ വാതിലേക്കാൻ പോയ ഒരാള്, എന്താ വിഷയം? ഖബറിന്റെ വാതിലേക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട് സംഭവം? അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വാദം എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഗുണം ഉണ്ടാവണം. ഈ ഗുണം ഉണ്ടാകുന്ന എന്തെങ്കിലും പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്കിപ്പോ കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഒക്കെ സഹകരിക്കാനും കൂട്ടിന് വരാനൊക്കെ ആളുണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോ കൂടെ ആരുണ്ട്? അതെന്താ നമ്മൾ ചിന്തിക്കും. ഇന്ന് രാത്രി നിങ്ങൾ പോയി കിടന്നിട്ട് ഒന്ന് ചിന്തിക്കും സുഹൃത്തുക്കളെ. ഞാൻ വെറുതെ പറയല്ല. ഒരിക്കൽ നമ്മൾ മരണപ്പെടുമ്പോ റബ്ബേ പടച്ചവനെ, ഈ ലൈറ്റ് ഇപ്പൊ നേരത്തെ കറണ്ട് പോയപ്പോ എന്തോ അന്ധകാരമാണ്, ഇതിനേക്കാൾ അന്ധകാര നിബിഡമാണ് ആ ഖബറിന്റെ 6 മണ്ണിലെ ഇരുണ്ട തുരുത്ത്. ഏത് നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയി നിന്റെ മയ്യത്തടക്കിയാലോ സുബ്ഹാനല്ലാഹ് ഒരു തുള്ളി ഒരൊറ്റ നിലയ്ക്കും അവിടെ വെളിച്ചത്തിന്റെ ഒരംശം പോലും ആ ഖബറിന്റെ ഉള്ളിലേക്ക് വരൂല. അന്ധകാര നിബിഡം, അമാവാസി എവിടെ ഇല്ല. ഒരു ചെറിയ ഓട്ട ഉണ്ടെങ്കിലും അവിടുന്ന് ഒരു ഇല പറിച്ച് അവിടെ വെച്ച് മൊത്തം അടയ്ക്കും. അത്രയ്ക്കും പ്രാക്ടീസ് ഉള്ളവരാ ഖബർ കെട്ടുകാർ. അറിയാതെ മലക്ക് വന്നവന് ശ്വാസം ഇട്ട് കൊടുത്താല് അങ്ങനെ അവൻ കയറി വരണ്ട, അവന്റെ ഒടുക്കത്ത് അതുകൊണ്ട് അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് ഉള്ള ഓട്ട മൊത്തം അടച്ചിട്ടാ അവിടുന്ന് പോകണം. ചില സ്ഥലത്തൊക്കെ കോൺക്രീറ്റിന്റെ സ്ലാബാ വയ്ക്കുന്നത്. കോട്ടയം സ്ലാബ് ഒരു കാരണക്കാർ എഴുന്നിട്ട് വരാൻ പറ്റില്ല. എങ്ങനെങ്കിലും കിട്ടിയാലേ അങ്ങനെ വരണ്ടെന്നാ പറയുന്നത്. വേണ്ട, മൊത്തം അടച്ച് പൂട്ടി ക്ലിയർ ആക്കി. അവിടെ നമുക്ക് ലൈറ്റ് കിട്ടണം. അവിടെ ലൈറ്റ് കിട്ടിയ പോരാ, ഇതേപോലെ സംസാരിക്കാൻ ഒരാളെയും കിട്ടണം. ഇതിനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അത് പറയുന്നത്.
മനസ്സിലായോ? ഉസ്താദ് ഈ പറഞ്ഞു വന്നതൊക്കെ സ്വർണത്തിൽ പിടിക്കാൻ ഇതൊന്നുമല്ല, ഈ സ്വർണവും തങ്കവും ഒന്നുമല്ല, അതൊക്കെ ഇങ്ങടെ ഇട്ടാർന്ന അതൊന്നും എന്റെ ചർച്ചയിലേ ഇല്ല. ഇതൊന്നും എന്റെ ചർച്ചയിലേ ഇല്ല. നമുക്ക് നാളെ സ്വർഗത്തിൽ നമ്മുടെ ഖബറിൽ നമ്മളോടൊപ്പം ഒരു കൂട്ടിനൊരാൾ ആരുണ്ട്? എനിക്കുള്ള ചോദ്യം അതാണ്. എല്ലാരും നമ്മളെ വിട്ടു പിരിഞ്ഞു പോകും. ഒരു മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 3 കാര്യം അവനോടൊപ്പം അനുഗമിക്കുമത്രേ. 3 കാര്യം. അവന്റെ സമ്പത്ത്, അവന്റെ സന്താനങ്ങൾ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അവനോടൊപ്പം അനുഗമിക്കുകയാണ്. 2 കാര്യം മടങ്ങി വരും, 1 കാര്യം അവിടെ അവശേഷിക്കും. അവിടെ അതാണ് വേണ്ടത്. കണ്ടോ? 3 പേര് അങ്ങോട്ട് പോയി, 2 പേര് തിരിച്ചു വരുന്നു. ഒരാളെവിടെ? ആ ആളിനെയാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? 3 പേര് മയ്യത്തിന്റെ കൂടെ വരും. സമ്പത്തുള്ളവൻ അവന്റെ സമ്പത്തും അവന്റെ കമ്പനിയിലെ ആളുകളും അവന്റെ വാഹനങ്ങളും അവന്റെ കുടുംബക്കാരും അവന്റെ മക്കളും ചെറുമക്കളും എല്ലാം അവനോടൊപ്പം ഉണ്ടാകും. കൂട്ടത്തിൽ അവൻ ചെയ്ത അമലുകളും അവനോടൊപ്പം ഉണ്ടാകും. മയ്യത്തടക്കിയിട്ട് മടങ്ങി വരുന്നത് അവന്റെ വാഹനങ്ങളും അവന്റെ പരിവാരങ്ങളും അവന്റെ കുടുംബക്കാരും മടങ്ങി വരും. പക്ഷേ ഒന്ന് മാത്രം അവശേഷിക്കുകയാ, അവന് ദുനിയാവിൽ ചെയ്ത സാലിഹായ അമലേതാണോ ആ അമല് മടങ്ങി വരൂല. ആ അമല് അവനോടൊപ്പം കൂട്ടുകാരനായി അവിടെ ഉണ്ടാകും. കണ്ടോ? അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നത്. ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരൻ, ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരൻ. സഹോദരി, ഖബറിനകത്ത് ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ പോയി സംഭവം. അത് കണ്ടുപിടിച്ചോ, എന്നിട്ട് ധൈര്യമായിട്ട് മരിച്ചോളി. ഇല്ലാതെ മരിക്കരുത്, പ്രശ്നം തന്നെയാണ്. فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنصى وكذلك اليوم تنصى. ഇതിനർത്ഥം അറിഞ്ഞിട്ട് വേണ്ടേ ആലോചിക്കാൻ? വെറുതെയല്ല ഖുർആൻ കേട്ടോ. പരിശുദ്ധമാത്തരം നൽകാത്തവരാരാണോ അവർക്ക് ഞെരുക്കമുള്ളതായി മാറുമെന്ന് ഖുർആൻ. ചിമ്മിക്കൊണ്ട് അവരിതായി മരണപ്പെട്ടത് പടച്ചവനെ, പക്ഷേ ഞാൻ ഇന്ന് കുരുടനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അന്ധനായിട്ടാണ് ഞാൻ. കണ്ണാടി ഒന്നും വേണ്ട, നല്ല കാഴ്ച ഉണ്ടാവും. ഇപ്പൊ നീ ഇതൊന്നും കണ്ടാൽ മനസ്സിലാവൂല, ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. പള്ളിയോ മിനാരങ്ങളോ മെഹ്റാബോ മെമ്പറോ ഇതൊന്നും നിന്റെ കണ്ണിൽ പിടിക്കൂല. നിന്റെ കണ്ണിൽ പിടിക്കുന്നത് നയൻതാരയെ മാത്രമേ നിന്റെ കണ്ണിൽ പിടിക്കുകയുള്ളൂ. നിന്റെ കണ്ണിൽ പിടിക്കുന്നത് മറ്റേ ലിയോണിനെ മാത്രമേ പിടിക്കുകയുള്ളൂ. ഈ ഐറ്റങ്ങളെ ഒന്നും നിനക്ക് പിടിക്കും. പക്ഷേ പള്ളിയിലെ ഐറ്റങ്ങളെ ഒന്നും പിടിക്കൂല. പള്ളിയിലെ ഐറ്റം പിടിക്കൂല. ഖുർആൻ തുറന്നു നോക്കിയിട്ട് വർഷത്രയായി. ഖുർആൻ തുറന്നു നോക്കിയിട്ട് വർഷത്രയായി. സൂറത്തുൽ ഖമർ ഏത് ഭാഗത്താ ഉള്ളത്? സൂറത്ത് യൂനുസ് ഏത് ഭാഗത്താ ഉള്ളത്? സൂറത്ത് ദുഖാൻ എവിടെയാ ഉള്ളത്?